ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവിൻ്റെ ദൂത് എന്ന ഈ ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ച് പറഞ്ഞ ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഒരു സ്വർഗസ്നായ പിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കുന്നത് മദ്യപാനികൾക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് കുടുംബങ്ങൾ തകരാൻ കാരണമാണ് മദ്യം. അപ്പൊ മദ്യപാനത്തിന്റെ ആസക്തിയിൽ കഴിയുന്ന എല്ലാ മക്കളുടെയും വിടുതലിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സ്വർഗസ്നായ പിതാവിന്റെ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കാം. അതോടൊപ്പം തന്നെ മദ്യം കഴിക്കുന്നവർ ഈ എപ്പിസോഡ് കാണുമ്പോൾ അതിൽ നിന്നൊരു വിടുതൽ കിട്ടിയിട്ട് ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയെന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ സമയം പ്രയോജനപ്പെടുത്തുക. പൗലോസ്ലീഹ എഫെസോസ് ലേഖനം 5-ാം അധ്യായം 16-ാം തിരുവചനം. ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്, നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുക. ഹല്ലേലൂയ. വചനം പറയാണ്, ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്, നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുക. അലസതയില്ലാതെ, അലസരായി കഴിയാതെ, മടി പിടിച്ചിരിക്കാതെ, ഒന്നിനോടും താല്പര്യമില്ലാതെ, പലതരത്തിലുള്ള തിന്മയുടെ സ്വാധീനങ്ങളൊക്കെ അകപ്പെട്ട് കിടക്കുമ്പോൾ ഒന്ന് ഓർക്കണം, ഈ സമയം നീ പ്രയോജനപ്പെടുത്തി ഈശോയിലേക്ക് വരണം. ഈശോയിലേക്ക് നിന്നെ തന്നെ സമർപ്പിക്കണം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്റെ എന്താണോ പ്രയാസം, നിന്റെ വേദന, ചിലപ്പോൾ ഒരു പക്ഷേ മദ്യപാനമാകാം, മറ്റേതെങ്കിലും തിന്മയാകാം, അതെല്ലാം മാറിപ്പോകാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നീ ഈ വചനം ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ച് കർത്താവ് വലിയ അനുഗ്രഹം നിനക്ക് തരും. ഈ വചനം വായിക്കുന്നവരിൽ യേശുവിൻ്റെ നാമത്തിൽ വലിയ സൗഖ്യവും വിടുതലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് കാണുന്നവരും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുന്നവരും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.